ഒരു പെഗ് എന്ന സൗജന്യ ഓഫർ നൽകുന്നുണ്ട്. അത്രയ്ക്കുണ്ട് ഗൾഫിലെ ഫുട്ബോൾ വിശേഷങ്ങൾ. അറബ് ലോകം എന്നും ഫുട്ബോൾ പ്രേമികളാണ്. എന്നാൽ അറബ് ലോകത്തെ ഈ ഫുട്ബോൾ ആവേശത്തെ വ്യാപാരമാക്കി വിഴുങ്ങാൻ വൻകിട കമ്പനികൾ രംഗത്തിറങ്ങുന്നത് ഇത് ആദ്യമാണ്. അത്രയ്ക്ക് വലിയ ഫുട്ബോൾ ഓഫറുകളാണ് ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ നൽകി വരുന്നത്. ഇതിനായി ലക്ഷങ്ങളുടെ പരസ്യ ക്യാമ്പയിനുകളാണ് ഗൾഫിൽ പൊടിപൊടിക്കുന്നത്. ഉപ്പ് മുതൽ കമ്പ്യൂട്ടർ വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിന്റെ പേരിലാണ് ആദായ വിൽപ്പന നൽകുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഓരോ ദിനം കഴിയുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ വർദ്ധിച്ചുവരികയാണ്. ലക്ഷങ്ങളുടെ വൻ വ്യാപാരമാണ് ഇത്തവണ ഫുട്ബോളിന്റെ പേരിൽ ഗൾഫിൽ ലഭിക്കുന്നതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോട്ടലുകളിലെയും ഷോപ്പിംഗ് മാളുകളെയും കൂറ്റൻ സ്ക്രീനുകളിൽ കളി കാണാനെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുവരികയാണ്. ഫുട്ബോൾ മാമാങ്കം ലോകത്ത് എമ്പാടുമുള്ള ആളുകൾ കാണുന്ന പോലെ ഞങ്ങൾക്കും ഭയങ്കര ഹരമാണ്. എന്നും ഞങ്ങൾ വന്ന് വാച്ച് ചെയ്യും, അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയും. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മിക്ക ദിവസമായിട്ട് കൂടാറുണ്ട്. ഈ ഫുട്ബോൾ മാച്ച് തുടങ്ങിയത് പിന്നെ അതിനു മുമ്പ് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു. ഇപ്പം മിക്ക ദിവസം ഇവിടെ വന്നിട്ട് ഞങ്ങൾ വൈകിട്ടോടെ ഉണ്ടാവും. ഈ സെയിം ടൈമിൽ രണ്ട് ടൈമുള്ള മാച്ചും കാണാറുണ്ട്. പിന്നെ വിലയിരുത്തല്, തല്ല്, ബഹളമൊക്കെ ആയിട്ട് രാത്രി ഒരു മണി വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. പൊതുവെ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഈ ക്രൈസിസ് സ്റ്റേജിലും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് സെയിലിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്, നോക്കൌട്ട് സ്റ്റേജൊക്കെ വരുമ്പോൾ കളിയിൽ മാറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിലും നല്ല നല്ല ടീമിന്റെ കളി ഇപ്പോൾ ബ്രസീൽ പിന്നെ അർജന്റീന അതുപോലുള്ള കളികളിലൊക്കെ ആൾക്കാർ കൂടുതൽ കാണാറുണ്ട്. കളി ഒരു ഹരാണ് ഇപ്പോഴത്തെ വെച്ചിട്ട്. ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലി മാത്രമാണ് ഇവിടുത്തെ ഒരു ദിനചര്യ. അത് വിട്ട് ഇപ്പൊ ഒരു കളിയും കൂടി ഉണ്ട്. ഫുട്ബോളിനെ എന്നും ആവേശത്തോടെ കാണുന്ന ഈ അറബ് ലോകം ഇത്തവണ ഏറെ പുതുമകളോടെയാണ് ഈ ലോകകപ്പ് ഉത്സവത്തെ വരവേറ്റത്. ഗൾഫിലെ പ്രത്യേകിച്ച് ദുബായിലെ സാമ്പത്തിക മാന്ദ്യം ലോകകപ്പ് വ്യാപാരത്തെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂറ്റൻ ടെലിവിഷനുകൾക്കും ഇലക്ട്രോണിക് സാധനങ്ങൾക്കും വലിയ വ്യാപാരമാണ് ലഭിച്ചു വരുന്നത്. പ്രത്യേകതരം ഫുട്ബോൾ കളികളും മത്സരങ്ങളുമായി ലോകകപ്പ് സീഡുകളും ഏറെ പുതുമകളോടെ വിപണി പിടിച്ചടക്കി കഴിഞ്ഞു. Everybody who is supporting any team will come and will buy his own shirt, his own uniform. So all this category of item means panel TV, gaming area and receiver a very good response. It is the only one games with a FIFA license. So it means all the customer will be able to play at home and to, as I told you, to win the World Cup. വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫുട്ബോളുകൾക്കും വിവിധ ടീമുകളുടെ ജേഴ്സികൾക്കും ഗൾഫിൽ വലിയ വ്യാപാരമാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ജേഴ്സി ഏത് രാജ്യത്തിന്റെയാണെന്ന ചോദ്യത്തിന് ഒട്ടും ആലോചന ഇല്ലാതെയാണ് വ്യാപാരികൾ മറുപടി പറയുന്നത്. ബ്രസീൽ. ഈ വർഷം ശക്തമായ വേനൽ ചൂട് സമയത്താണ് ലോകകപ്പ് മത്സരം എന്നതിനാൽ ഫുട്ബോൾ ആവേശം ശീതീകരിച്ച മുറികളിലേക്ക് മാറിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്നാലും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ഹോട്ടലുകളിലും ഈ ഫുട്ബോൾ ആവേശം വൻ വ്യാപാരമായി മാറുകയാണ്. താമസ സ്ഥലങ്ങളിൽ ഇരുന്ന് കളി കാണാൻ ഒട്ടും ആവേശമില്ല എന്നാണ് ഈ ഫുട്ബോൾ കമ്പക്കാർ പറയുന്നത്. ഫ്ലാറ്റിൽ കാണുമ്പോൾ ജസ്റ്റ് 1, 2, 3 പേർ മാത്രം ഒരു ഇതില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് അതിന്റെ ആ എൻജോയ്മെന്റ് ഫുള്ള് കിട്ടും. ഓഡിയൻസ് കൂടുതലുണ്ട്, ചിയറിംഗ് ആൻഡ് ഇറ്റ്സ് മോർ ഫൺ. എല്ലാവരും ഒരുമിച്ച് കാണുന്നതിന് ഇത് ഒരു നല്ല രസമാണ്. നാട്ടിലിരുന്ന് കളി കാണുന്ന അതേ ഒരു പ്രതീതി ഇവിടെ 3 വർഷം കൊണ്ട് കോളേജിൽ അതുപോലെ എന്താ പറയാ ക്യാമ്പസ് ലൈഫിൽ ആ ഒരു ആവേശം ഇപ്പൊ കിട്ടുന്നുണ്ട് ഇവരൊക്കെ ആയിട്ട്. So obviously better to watch it in big screen and with a lot of crowd and friends and all of them. Yeah, it's not like home experience. It's different here. Pinna Brazil I'm supporting because I like. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിന് ലഹരി പകർന്ന് ഒരു ഗോളിന് ഒരു പെഗ് എന്ന സൗജന്യ ഓഫറുകളുമായി ദുബായിൽ മദ്യ കമ്പനികൾ രംഗത്തിറങ്ങിയതും ശ്രദ്ധേയമായി. ഫുട്ബോൾ ആവേശത്തിന് ലഹരി പകരുന്ന ഈ ഓഫറുകൾ തേടിയെത്തുന്നവരിൽ ഏറെയും മലയാളികളാണ്. ഒരു ലോക
ലോകം ഒരു മത്സരം ഒരു ബിയർ എന്ന സന്ദേശവുമായാണ് ചില മദ്യ കമ്പനികൾ ഈ ലോകകപ്പ് ആവേശത്തെ വ്യാപാരമാക്കി മാറ്റുന്നത്. എല്ലാ മത്സരങ്ങളും കാണാനെത്തുന്നവർക്ക് പ്രത്യേക ഓഫറുകളും വിലക്കിഴിവും പ്രത്യേക ഇരിപ്പിടവുമാണ് ഹോട്ടലുകൾ നൽകുന്നത്. വിവിധ ടീമുകളായി ചേരിതിരിഞ്ഞ് വീറും വാശിയോടെയുമാണ് ഈ മലയാളി ടീമുകൾ മത്സരിക്കുന്നത്. ഇവിടെ കൂടുതലും ബ്രസീൽ ഫാൻസാണ്. ഞങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ അർജന്റീൻ ഫാൻസ്. അത് കാരണം എന്നാലും എല്ലാ മാച്ചിലും ഞങ്ങൾ തന്നെ ഓരോ അർജന്റീന മാച്ചും ഞങ്ങൾ എൻജോയ് ചെയ്തു. ബ്രസീലുകാർക്ക് ഒന്നും പറയാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പോൾ അർജന്റീന ബ്രസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കിടയിൽ ഒരു യുദ്ധമാണ്. ഇപ്പോൾ ഇത്രയും നേരം ഇവൻ പറഞ്ഞു എന്താ പറയുക കുറച്ച് ഫാൻസേ ഉള്ളൂ എന്ന്. പക്ഷെ ഇവരെ കൊണ്ടൊക്കെ ഒരു എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത ഒരു തരം ടോർച്ചറിങ് ആണ് ചില സമയത്തൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും അതൊരു ഇന്റേണലി യുദ്ധം തന്നെയാണ് സുഹൃത്തുക്കൾക്കിടയിൽ തമ്മിൽ. വല്ലാത്തൊരു ആവേശം തന്നെയാണ്. I like Brazil football. They make football very easy. When they play, it's nothing, but they play very professional. Very good players. Everything is perfect in football. I like Brazil. ബ്രസീലാണ് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം. എൻ്റെ ഇഷ്ടപ്പെട്ട അർജന്റീന. But Brazil still rocks, right? ഫുട്ബോളിന്റെ ലഹരിയാകുമ്പോൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും എന്താ പറയുക അതിൻ്റെ ലഹരിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് മാത്രമല്ല ഞങ്ങളുടെ ചർച്ചകളിലും മറ്റുള്ള സംവാദങ്ങളിലും എല്ലാം ഈ ഒരു ബ്രസീൽ ഫാൻസ് അതുപോലെ അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞ ഒരു അടിയും യുദ്ധം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തമ്മിൽ. ബ്രസീൽ അർജന്റീന റൂമിൽ തന്നെ ഞങ്ങളിപ്പോൾ ഓൾറെഡി വാതുവെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. മീൻസ് അതൊരു ഒരു സന്തോഷത്തിന്റെ ഇതിലല്ല, ജസ്റ്റ് ആ ബ്രസീൽ അർജന്റീന ഫാൻസിന്റെ ആ ഇതിൽ വെച്ചിട്ട് ഓൾറെഡി ഞങ്ങൾ ബെറ്റ് വെച്ച് കഴിഞ്ഞു. അങ്ങനെ കൂടുതലും ബ്രസീൽ അർജന്റീന ഫാൻസ് ആയതുകൊണ്ട് മീൻസ് ഭയങ്കര ടൈറ്റാണ്. മീൻസ് കളി കാണാനും അത് പ്രോത്സാഹിപ്പിക്കാനും മീൻസ് അത് കാണാനും എല്ലാം കൊണ്ടും. ഫ്ളാറ്റുകളിലെ ഇടുങ്ങിയ മുറിക്കുള്ളിൽ ഇരുന്ന് ലോകകപ്പ് ആവേശത്തെ വീക്ഷിക്കാൻ ഇവർക്ക് താല്പര്യമില്ല എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിനാൽ ഇത്തരക്കാരുടെ എണ്ണം ഹോട്ടലുകളിൽ വർദ്ധിച്ചു വരികയാണ്. It's time for Africa. Zamina mina waka waka zamina mina zangalek. ചില ഹോട്ടലുകൾ വ്യത്യസ്ത മണിക്കൂറുകളിൽ ആകർഷകമായ നിരക്കിലാണ് മദ്യം വിളമ്പുന്നത്. ഇതിനെ ഹാപ്പി മണിക്കൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹാപ്പി അവേഴ്സ് 4 to 10 ആയിരുന്നു. അത് ഒരു 10% ടോട്ടൽ ബില്ലിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും മാച്ചിന്റെ ടൈമിൽ. 2022 ലോകകപ്പ് ഫുട്ബോളിനെ ആതിഥ്യമരുളാൻ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഗൾഫിലെ മറ്റൊരു രാജ്യമായ ഖത്തറിലും ഫുട്ബോൾ ആവേശത്തിനും ഒട്ടും കുറവില്ല. And we're feeling that the Algerian team will do something in World Cup. Or Tuesday or something like this. And we support Algeria, of course. 1, 2, 3, viva Algeria. എന്തായാലും സമ്മാനങ്ങൾക്കും ആദായ വിൽപ്പനകൾക്കും പിറകെ പോകുന്ന മലയാളികൾ തന്നെയാണ് ഗൾഫിലെ മിക്ക ഹോട്ടലുകളിലും ഉപഭോക്താക്കളെ എത്തുന്നത്. അതിനാൽ ലോകകപ്പിന്റെ കലാശക്കൊട്ട് സമയത്ത് ഗൾഫിൽ മലയാളികളെ ആകർഷിക്കാനായി പുതിയ നമ്പറുകൾ ഈ മദ്യകമ്പനികൾ പുറത്തിറക്കുമെന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.